സർ, ഈ ഓണം വരാൻ പോവുകയാണ്. ഓണനാളുകളാണ്. സാറിൻ്റെ ഒരു ഓണക്കാല ഓർമ്മ? ഓണക്കാലം ശരിക്കും പറഞ്ഞാൽ കുട്ടിക്കാലത്തായിരുന്നല്ലോ അതിൻ്റെ വലിയൊരു ആഘോഷം. അന്ന് നേരത്തെ പറഞ്ഞ പോലെ പന്ത് കളി, പിന്നെ അന്നത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സംഭവം കുശാലാണ്. പൊതുവെ പിന്നെ ഏത്തക്കൊലകൾ ഇങ്ങനെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ ഉപ്പേരി, ഇതൊക്കെ വീട്ടിൽ അമ്മയാണ് ഇതൊക്കെ തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ കളിക്കാൻ പോവുക, കൂട്ടുകാരൊരുമിച്ച് കളിക്കുക, പന്ത് കളിക്കുക, തിരിച്ചു വരിക, ഏത്തപ്പഴം കഴിക്കുക. അങ്ങനെ ഒരു നല്ല വിഭവസമൃദ്ധമായ ആഹാരം, വെറൈറ്റി അട, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അടകളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ പായസങ്ങളും കാര്യങ്ങളാവുക. പിന്നെ കളി, നല്ല കളി. പിന്നെ ഞങ്ങൾ ഈ കനോലി കനാലിൻ്റെ തീരത്താണല്ലോ. അപ്പോൾ ഇഷ്ടംപോലെ വള്ളങ്ങളുണ്ട് അവിടെ, വഞ്ചി. അപ്പോൾ വഞ്ചി ഞങ്ങളെല്ലാവരും ഉണ്ട്. ബ്രദറുണ്ടാവും, എൻ്റെ ജ്യേഷ്ഠൻ, പിന്നെ അപ്പുറത്തുള്ള കൂട്ടുകാരുണ്ടാവും. വഞ്ചി എടുത്ത് ഞങ്ങൾ തന്നെ കുത്തും. കുട്ടികളാണ് ഞങ്ങൾ. വഞ്ചി കുത്തി ഞങ്ങൾ അവിടെ നിന്ന്, ഞങ്ങൾ താമസിക്കുന്നത് അന്തിക്കാട് പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പുലാമ്പുഴ കടവിന് സമീപമാണ്. ഇവിടെ നിന്ന് നേരെ വിട്ടാൽ പിന്നെ അവിടെ നിന്നൊരു കുറേ ദൂരം പോകുമ്പോൾ മുറ്റിച്ചൂർ കടവുണ്ട്. മുറ്റിച്ചൂർ കടവ് കഴിഞ്ഞാൽ പിന്നെയും പോകുമ്പോഴാണ് തൃപ്രയർ ക്ഷേത്രമൊക്കെ ഉള്ളത്. അപ്പോൾ മിക്കവാറും ഞങ്ങൾ ഇവിടെ നിന്ന് വഞ്ചി ഊന്നി അവിടെ വരെ പോകും. അപ്പോൾ ചിലപ്പോൾ പിന്നെ കഴുക്കോല് മാത്രമല്ല, പങ്കായം ഉണ്ടാവും, തുഴ. അപ്പോൾ ചിലപ്പോൾ തുഴയും, ചിലപ്പോൾ വള്ളം ഊന്നും. അങ്ങനെ ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ പോവുക. ഞങ്ങളുടെ സമപ്രായക്കാരെല്ലാവരും പോവുക. ഇതൊക്കെ ആ കാലത്ത് രസമാണ്. പിന്നെ ആ സമയത്ത് ചിലപ്പോൾ ഈ കനോലി കനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കിടന്നു. പിന്നെ ഞങ്ങളുടെ അവിടെ ചൂരക്കോട്ട് അമ്പലമുണ്ട്. ഈ അമ്പലത്തിന് ക്ഷേത്രക്കുളമുണ്ട്. അവിടെ നല്ല കുളമാണ്. അവിടെ കുളിയൊക്കെ മിക്കവാറും അവിടെയാണ്. നീന്തി കളിക്കുക എന്ന് പറയില്ലേ. ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അന്ന് നീന്തൽ വലിയ ഇഷ്ടമായിരുന്നു. നീന്താനൊക്കെ പിന്നീട് വന്നപ്പോഴാണല്ലോ നമ്മുടെ കുളങ്ങളിലെ കുളികളൊക്കെ മാറിയപ്പോഴാണല്ലോ പിന്നെ അത് പറ്റാതെ പോയത്. സാർ എന്തായാലും സാറിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുന്നിട്ട് നമുക്ക് ക്ലിയറാണ്. സാറിൻ്റെ ഓർമ്മയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. സാറിന് അപാരമായ ഓർമ്മശക്തിയാണ്. എങ്കിലും രണ്ടുമൂന്ന് സാറിൻ്റെ ഓർമ്മ കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ഓർമ്മ റൗണ്ട് ആവാം. ആയിക്കോട്ടെ. സാറിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ഡേറ്റ്സ്? വെഡ്ഡിങ് ആനിവേഴ്സറി ഫെബ്രുവരി 5, 1978. സാറ് നടൻ മുരളിയെ ഇലക്ഷനിൽ പരാജയപ്പെടുത്തിയ വർഷം? 1999. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മുരളിയുമായിട്ടൊരു മത്സരം എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ധർമ്മസങ്കടം ഉണ്ടാക്കിയൊരു മത്സരമായിരുന്നു. കാരണം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നടനാണ്. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ റെസ്പെക്റ്റും വലിയ അപ്രീസിയേഷനാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിലെ വേറെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വളരെ ആ തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ ആ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് അത് നിലനിർത്തി ഒരു ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ തലങ്ങളിലേക്ക് ഒരിക്കലും ഞാനൊരു തെരഞ്ഞെടുപ്പിലും പോകാറില്ല. പക്ഷെ മുരളിയും അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള ഒരു നല്ല ഒരു ആരോഗ്യകരമായൊരു മത്സരമായിരുന്നു. ഇനി ഒരു ചെറിയ കുറച്ച് ചോദ്യങ്ങൾ റാപ്പിഡ് ഫയർ ചോദിക്കുക സാർ, അതിന് ഉത്തരങ്ങൾ. സാറിൻ്റെ സ്വഭാവത്തിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം? എൻ്റെ സ്വഭാവത്തിൽ ഈ സിനിമ കാണുക എന്നൊരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് വളരെ ഇഷ്ടമുള്ള സംഗതിയാണ്. പിന്നെ അത്യാവശ്യം വായന. സാറിൻ്റെ സ്വഭാവത്തിൽ സാറിന് ഇഷ്ടം ഇല്ലാത്ത കാര്യം, സാർ വെറുക്കുന്ന സാറിൻ്റെ ഒരു സ്വഭാവം? ഇഷ്ടമില്ലാത്ത ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാണ്. അത് ചിലപ്പോൾ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ അതൊരു ചെറിയ പ്രശ്നമാണ്. പിന്നെ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് എപ്പോഴും ഒരു സംഗതിയിൽ ഇടപെട്ടാൽ നമുക്കതിൻ്റെ അത് റിസൾട്ട് കിട്ടുന്നത് വരെ പിന്നെ അതിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, ഒരു പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ്. ആ പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് പാടില്ല. ഇതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം ആയി കാണണം എന്നുള്ളതാണ്. പക്ഷേ എനിക്കത് സാധിക്കാം. ശ്രമിച്ചിട്ടുമില്ല സാർ? ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ ഇതുപോലെ നടക്കാൻ പാടില്ലാത്തത് നടക്കുക, നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് വളരെ അസ്വസ്ഥമാകും. അതങ്ങനെ അസ്വസ്ഥമാകാൻ പാടില്ല. അതെൻ്റെ ഒരു നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത രാഷ്ട്രീയത്തിലും പൊതുരംഗത്തൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ടാവും. അതിനെ നമ്മളൊരു കൂളായിട്ട് നമുക്ക് ഫേസ് ചെയ്യാൻ സാധിച്ചേ മതിയാവും. അപ്പോൾ ഇത് എനിക്ക് എൻ്റെ സ്വഭാവത്തിലെ ഒരു മൈനസ് പോയിൻ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഇതിൻ്റെ ഭാഗമായി ചിലപ്പോൾ നമ്മളൊരു പൊട്ടിത്തെറിക്കുന്ന സന്ദർഭങ്ങളും ഒരുപാട് സന്ദർഭങ്ങളിലുണ്ടായിട്ടുണ്ട്. സർ, വളരെ നന്ദിയുണ്ട് സ്മൃതി മുദ്രകളിലേക്ക് വന്ന് സഹകരിച്ചതിന്. സാറിലെ രാഷ്ട്രീയക്കാരനേക്കാൾ ഉപരി സാറിലെ ഒരു കലാകാരനെ നമുക്കിന്നിവിടെ പരിചയപ്പെടാൻ സാധിച്ചു.
ഇന്ന് നമുക്കൊന്ന് സന്തോഷിച്ച് സാർ ഓണത്തിന് വേണ്ടി എല്ലാവർക്കും കൂടെ ഒന്ന് സന്തോഷിച്ച് ഒരു നല്ലൊരു പാട്ട് അവരുടെ ചോയ്സ് സാറിന് വേണ്ടി ഞാൻ dedicate ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഈ സ്മൃതി മുദ്രകൾ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നി. പക്ഷേ ഇന്ന് നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. എങ്കിലും ആ തിരക്കിനിടയിൽ ഇവിടെ വന്നതോടുകൂടി ഞാനൊരു ഒരു 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 എൻ്റെ പോയ കാലത്തിലേക്കൊരു മടക്കയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൽ നമുക്ക് അധികം പാട്ടുകൾ കൊടുക്കാൻ പറ്റുന്നില്ല, കുറച്ച് പാട്ടുകൾ പറ്റുന്നുള്ളൂ. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ പ്രധാനപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സിനിമകളുണ്ട്, പാട്ടുകളുണ്ട്. അതൊക്കെ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് സന്തോഷമാണ്. ഏതായാലും ഇങ്ങനെ മനസ്സുകൊണ്ടൊരു മടക്കയാത്രയ്ക്ക് അവസരമൊരുക്കിയ അമൃത ടി.വിക്കും പ്രത്യേകിച്ചും എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ബാലാജിക്കും ഇതുമായി സഹകരിച്ച എൻ്റെ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുക. ഇങ്ങനൊരു അവസരം തന്നതിന് വളരെ വളരെ സന്തോഷമുണ്ട്.